തന്ത്രിക്കെതിരെ ദേവസ്വം ബോർഡ്. ശബരിമല നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ തന്ത്രിയുടെ വിശദീകരണം തേടാൻ ദേവസ്വം ബോർഡ് തീരുമാനം. തന്ത്രിയുടെ നിലപാട് സുപ്രീംകോടതി വിധിയുടെ അന്തസത്തയ്ക്ക് യോജിച്ചതല്ലെന്നും ദേവസ്വം ബോർഡ്. മകരവിളക്കിന് ശേഷം തന്ത്രി വിശദീകരണം നൽകണമെന്നും ദേവസ്വം ബോർഡ്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം തന്ത്രിയുടെ വിശദീകരണം തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രധാനമായും ദേവസ്വം ബോർഡ് മണ്ഡല മകരവിളക്കുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ആലോചിക്കുന്നതിനാണ് ഇന്ന് പ്രധാനമായി യോഗം ചേർന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അദ്ദേഹത്തിന്റെ നിലപാട്, ദേവസ്വം ബോർഡിന്റെ നിലപാട് വ്യക്തമാക്കിയത്. തന്ത്രിയോട് ഏത് സാഹചര്യത്തിലാണ് നടയടച്ച് ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം ജീവൻ, പത്മകുമാറിന്റെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് മടങ്ങിയെത്താം. എന്തായാലും അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരു അനുമതി അക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അദ്ദേഹം അങ്ങനെ ചെയ്യാനിടയായ സാഹചര്യം എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കാനും 15 ദിവസത്തിനകം അതിന്റെ മറുപടി തരണം എന്ന് ഞങ്ങൾ വിശദീകരണം എന്നുള്ള രൂപത്തിൽ ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 15 ദിവസം മറുപടിക്ക് അങ്ങനെ ദിവസം നിയമം അനുസരിച്ച് അത്രയും പറയുന്നുണ്ടോ, അതോ ദിവസം കൊടുക്കാൻ കാരണം? അല്ല, ഇപ്പോൾ മകരവിളക്ക് നടക്കല്ലേ, മകരവിളക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങണ്ടേ, അദ്ദേഹം ഇറങ്ങിയിട്ട് വേണമല്ലോ ഈ മറുപടിയൊക്കെ തരാൻ. അപ്പോൾ അത് നമ്മളൊരു ഇതിനെയൊന്നും യാന്ത്രികമായിട്ടല്ല ദേവസ്വം ബോർഡ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ശബരിമലയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന് മറുപടി തരട്ടെ. അത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. നമ്മൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് അവധാനതയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ദേവസ്വം ബോർഡിന് തീരുമാനം എടുക്കാൻ കഴിയില്ല. നമ്മൾ കണ്ടിട്ടുള്ളത് 15 ദിവസത്തെ അവധി കൊടുക്കുക എന്നുള്ളതാണ്, 2 ആഴ്ച. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ല, അതുകൊണ്ടാണല്ലോ അത് വിധിയുടെ അന്തസത്തയ്ക്ക് യോജിച്ചതല്ല എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ. അതാണ് അല്ല, അത് നോക്കട്ടെ, അതപ്പോ ആലോചിക്കാം. നമുക്ക് മറുപടി തൃപ്തികരമാകുമല്ലോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാം. ഇപ്പൊ എന്തായാലും തന്ത്രി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വീണ്ടും ജീവനിലേക്ക്. ജീവൻ, തുടരാം. പ്രിയ, ഇപ്പോൾ പത്മകുമാർ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം അദ്ദേഹത്തോട് തന്ത്രിയോട് വിശദീകരണം തേടാനായി തീരുമാനിച്ചിരിക്കുന്നു. 15 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണമെന്നാണ് തന്ത്രിയോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടയടച്ചതുമായി ബന്ധപ്പെട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞതിനു ശേഷം അദ്ദേഹം ഏകപക്ഷീയമായി നടയടയ്ക്കുകയായിരുന്നു എന്ന് നേരത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒപ്പം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തന്ത്രിയിൽ നിന്നും വിശദീകരണം തേടാനായി തീരുമാനിച്ചിരിക്കുന്നത്. 15 ദിവസം എന്നത് സ്വാഭാവികമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു സമയത്തിനുള്ള അവസരമാണ്. കാരണം മകരവിളക്കുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കങ്ങൾ നടന്നതിന് ശേഷം അല്ലെങ്കിൽ മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷം തന്ത്രി വിശദീകരണം നൽകുക എന്ന ഒരു ന്യായമായ ഒരു സമയക്രമം തന്ത്രിക്ക് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുണ്ട്. ഉടനടി വിശദീകരണം തരണം എന്ന തരത്തിലുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് കാട്ടിയുമില്ല. എന്നാൽ വിശദീകരണം തേടിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു ന്യായമായ ഒരു സമയം തന്ത്രിക്ക് നിലവിൽ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുകയാണ്. ജീവൻ, ഈ മറുപടി, അദ്ദേഹം നൽകുന്ന മറുപടി തൃപ്തികരമാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ എടുക്കുമെന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തൃപ്തികരമല്ലെങ്കിൽ തന്ത്രിയെ മാറ്റുന്ന കാര്യത്തിലേക്ക് വരെ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? പ്രിയ, ഒരുപക്ഷെ അത്തരം സാധ്യതകൾ പോലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രി എന്നത് ഒരു ഉദ്യോഗസ്ഥനാണ്, ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അല്ല എന്ന് തോന്നുന്നു ഉണ്ട് എന്നതാണ് വസ്തുത. തന്ത്രിക്കെതിരെ ദേവസ്വം ബോർഡ്. ശബരിമല നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ തന്ത്രിയുടെ വിശദീകരണം തേടാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. തന്ത്രിയുടെ നിലപാട് സുപ്രീംകോടതി വിധിയുടെ അന്തസത്തയ്ക്ക് യോജിച്ചതല്ലെന്നും ദേവസ്വം ബോർഡ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് ജീവൻ നൽകിയത്.
പീപ്പിൾ എക്സ്ക്ലൂസീവ്. ശ്രീലങ്കൻ യുവതി ശബരിമല ദർശനം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 10:46-ന് ശ്രീകോവിലിന് മുന്നിൽ ഗുരുസ്വാമിയോടൊപ്പം എത്തിയാണ് ദർശനം നടത്തിയത്. 47-കാരിയായ ശശികലയാണ് കുടുംബത്തോടൊപ്പം എത്തി അയ്യപ്പ ദർശനം നടത്തി മടങ്ങിയത്. സുരക്ഷാ കാരണങ്ങളാലാണ് ദർശനം നടത്തിയില്ലെന്ന് ശശികല പ്രതികരിച്ചതെന്ന് പോലീസ് വിശദീകരിച്ചു. 2019 ജനുവരി 2 പുലർച്ചെ 3:30-ന് സുപ്രീം കോടതി വിധി നടപ്പിലാക്കി കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയതിന് പിന്നാലെയാണ് ശ്രീലങ്കൻ സ്വദേശിയായ ശശികലയുടെ അയ്യപ്പ ദർശനം. ജനുവരി 3-ന് രാത്രി 10:46-നും 11-നുമിടയിലായിരുന്നു ഈ 47-കാരിയുടെ ദർശനം. ദർശനത്തിന്റെ തെളിവായ ദൃശ്യങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ശ്രീകോവിലിന് മുന്നിലെ 19-ാം നമ്പർ ക്യാമറയിലെ ദൃശ്യങ്ങളിലാണ് ശശികല ദർശനം നടത്തി എന്നത് വ്യക്തമാകുന്നത്. ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതിന് മുൻപായി 10:46-നാണ് ദൃശ്യങ്ങളിൽ ശശികല ഗുരുസ്വാമിയോടൊപ്പം എത്തുന്നത് കാണുന്നത്. നിരവധി അയ്യപ്പ ഭക്തന്മാർക്കൊപ്പമാണ് ശശികലയും ദർശനം നടത്തിയത്. എന്നാൽ ഭക്തർ ആരും തന്നെ ഇവരെ തിരിച്ചറിഞ്ഞിട്ടും ഒരു തരത്തിലെ പ്രതിഷേധവും ഉണ്ടായില്ല എന്നുള്ളതും ഏറെ പ്രസക്തമാണ്. രാത്രി 7:30-യോടെ പമ്പയിലെത്തിയ ശശികലയും ഭർത്താവും കുട്ടിയും 9:30-യോടെയാണ് സന്നിധാനത്തേക്ക് പോലീസ് സുരക്ഷയിൽ എത്തുന്നത്. 11 മണിയോടെ ദർശനം നടത്തി ഇറങ്ങവെയാണ് ചില പ്രതിഷേധക്കാരുടെ ശ്രദ്ധയിൽ ഇവർ പെടുന്നത്. തുടർന്ന് പോലീസ് ഇവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. ഭർത്താവിനെയും കുട്ടിയെയും പമ്പ എയ്ഡ് പോസ്റ്റിലേക്കും മാറ്റി. തുടർന്ന് ഇന്ന് പുലർച്ചെയോടെയാണ് ശശികല പമ്പയിലെത്തിയത്. ദർശനം നടത്തിയില്ല എന്നായിരുന്നു ശശികല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്റെ ദർശനം നടത്തത്തില്ല. உங்களை மேல போக அவங்க அனுமதி தரலையா இல்ல நீங்க போலையா? ஐயப்பன் சொல்லுவாரு எல்லாருக்கும் பதில் ഇറ്റാലിയിലെ കിടക്കും. சரியா? ശശികലയുടെ സുരക്ഷ മുൻനിർത്തിയാണ് ദർശനം നടത്താൻ സാധിച്ചില്ല എന്നവർ പറഞ്ഞതെന്ന് പിന്നീട് പോലീസും സ്ഥിരീകരിച്ചു. ദർശനത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നത് പീപ്പിൾ TVയുടെ വാർത്തയും ശരിവെച്ചു. തുടർന്ന് പോലീസ് സുരക്ഷയിൽ ശശികലയും കുടുംബവും നാട്ടിലേക്കും മടങ്ങി. ഷീജ, തിരുവനന്തപുരം. ശബരിമലയിൽ ശ്രീലങ്കൻ യുവതി കയറിയത് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. CCTV ദൃശ്യങ്ങളിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ചില മാധ്യമങ്ങൾ തന്നെ വിഷ്വൽസ് കാണിക്കുകയല്ലേ, അതാകട്ടെ CCTV ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇല്ല, നമ്മളത് അന്വേഷിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല. അവിടെ സ്ത്രീകളുടെ പ്രായമൊന്നും ആരും പരിശോധിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ വരുന്നുണ്ടാവും. ഇവിടെ പ്രായം എന്താണെന്ന് നമുക്കറിയില്ല, യാതൊരു കാര്യവുമല്ല. സ്ത്രീകൾ എല്ലാവർക്കും പ്രവേശിക്കാനുള്ള അവകാശമുണ്ടല്ലോ, സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ആളുകൾ പോകുന്നുണ്ടാകും. അവരെ തടയാനൊന്നും നമുക്ക് യാതൊരു വ്യവസ്ഥയുമില്ല, തടയാനൊന്നും സാധിക്കുന്നൊരു കാര്യമല്ല. ശബരിമല വിഷയത്തിൽ പാർലമെന്റിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിച്ച UDF MPമാർക്കെതിരെ സോണിയാഗാന്ധി. പ്രതിഷേധം കേരളത്തിൽ മതിയെന്ന് സോണിയാഗാന്ധി നേതാക്കളെ വിലക്കി. ശബരിമല യുവതീ പ്രവേശന വിഷയം ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടതായതിനാൽ ദേശീയതലത്തിൽ പ്രതിഷേധം വേണ്ടെന്നായിരുന്നു സോണിയുടെ നിർദ്ദേശം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ബഹിരാകാശത്തേക്ക് പോകുന്നു, പിന്നെ എന്തുകൊണ്ട് അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൂടാ എന്ന ചോദ്യമാണ് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ ചോദിച്ചിരിക്കുന്നത്. യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വരികയും 2 യുവതികൾ ശബരിമലയിൽ കയറുകയും ചെയ്തു. അതുകൊണ്ട് വിധി മാനിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പാസ്വാൻ കൂട്ടിച്ചേർത്തു. जेंडर के आधार पर, लिंग के आधार पर, औरत मर्द के आधार पर जो है वो क्या कहते हैं कि जो है भेदभाव नहीं होना चाहिए. तो उस परिस्थिति में सुप्रीम कोर्ट ने यदि कहा है कि जो है मंदिर में क्या कहते हैं कि सबरीमाला में जो है महिलाओं का भी प्रवेश क्या कहते हैं कि होना चाहिए, तो हमने उसका स्वागत किया है. जब महिलाएं अंतरिक्ष में जा सकती हैं तो मंदिर में क्यों नहीं जा सकती हैं? और खुशी की बात है, कल 2 महिलाएं गई भी. NDA കക്ഷിയായ ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷൻ കൂടി ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയതോടെ BJP കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നതാണ് സർക്കാർ മുദ്രാവാക്യമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര വിഷയത്തിൽ എല്ലാ മതവിഭാഗക്കാരും സുപ്രീം കോടതി വിധി അംഗീകരിക്കണമെന്നും ഓർഡിനൻസ് വേണമെന്ന ആവശ്യത്തെ താൻ പിന്തുണയ്ക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും പാസ്വാൻ ആവശ്യപ്പെട്ടു.
നമ്മൾ കേട്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, ഇപ്പോൾ നമ്മൾ വിഷയത്തിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. തന്നെ നമ്മൾ മനസ്സിലാക്കാൻ സംഘർഷം കൊണ്ടാണ് മിഠായി തെരുവിൽ ഏകദേശം 10-11 മണിയോടുകൂടി മിഠായി തെരുവിലേക്ക് വ്യാപാരികൾ കടകൾ തുറക്കുന്നു എന്ന് അറിഞ്ഞതോടുകൂടി മിനിഞ്ഞാന്ന് തന്നെ വ്യാപാരികൾ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ എല്ലാ കടകളും തുറന്ന് പ്രവർത്തിപ്പിക്കും എന്നുള്ളതാണ് വ്യാപാരികൾ മിനിഞ്ഞാന്ന് തന്നെ വ്യക്തമാക്കിയ കാര്യം. എന്നാൽ ഇന്നലെ നമ്മൾ അല്പസമയം മുൻപ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി ഗൂഢമായ പദ്ധതി ഇട്ടുകൊണ്ടാണ് ഇവർ മിഠായി തെരുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് നേരെ മാനാഞ്ചിറയിൽ ആകമാനം പ്രകടനം നടത്താതെ മാനാഞ്ചിറയുടെ വഴിക്ക് വെച്ച് നേരെ മിഠായി തെരുവിനെ ലക്ഷ്യമാക്കി പോയത്. ഇത്തരത്തിൽ കൊലവിളികളുടെയാണ്. എന്തായാലും മിഠായി തെരുവിനെ കേന്ദ്രമാക്കിക്കൊണ്ട് കോഴിക്കോടിനെ കേന്ദ്രമാക്കിക്കൊണ്ട് കൃത്യമായും ഒരു അജണ്ടയോടുകൂടി വർഗീയ കലാപത്തിനുള്ള ഒരു കേന്ദ്രം അത് മിഠായി തെരുവിൽ ഊതിപ്പെരിപ്പിച്ചാൽ വർഗീയ കലാപം കേരളത്തിൽ ആകമാനം ഉണ്ടാകും എന്നുള്ള കൃത്യമായ അജണ്ടയോടുകൂടി ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം എന്നുള്ള രൂപത്തിൽ അവർ ഇന്നലെ പ്രകടനം നടത്തിയതെന്നും ഇന്നലെ കൊലവിളികളുമായി നടന്നതെന്നും മനസ്സിലാക്കാവുന്നതാണ്. ജോഷി, അത് തന്നെയാണ് ഇന്നലെ നമുക്കറിയാം. ഇന്നലെ അവർ ഇവിടെ ഹർത്താൽ നടത്തിയ വിഷയമെന്ന് പറയുന്നത് 2 യുവതികൾ ശബരിമല പ്രവേശനം നടത്തി ആചാര ലംഘനം നടത്തി എന്ന പേരിലാണ്. ആ പേര് പറഞ്ഞാണ് ഇന്നലെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഇന്നലെ നടന്ന ഹർത്താലും ഒക്കെ തന്നെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ അവർ വിളിച്ചു പറയുന്നത് ഇവിടെ ഒറ്റ മുസ്ലിമും പള്ളികളും നിലനിൽക്കില്ല, എല്ലാവരെയും കൊല വിളിക്കും എന്ന രീതിയിലുള്ള ശബ്ദങ്ങളാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർക്ക് ഒരു വിഷയം മാത്രം, ശബരിമല എന്നൊരു വിഷയം വെച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വർഗീയത ഇളക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വർഗീയ കലാപം സൃഷ്ടിക്കുക, ഈ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. അതിന്റെ ആസൂത്രണമാണ് അവിടെ നടന്നത് എന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായും പ്രിയ, ശബരിമല ആയിരുന്നില്ല സംഘപരിവാറിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് അവരുടെ ഗൂഢോദ്ദേശം. ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് കൃത്യമായും കേരളത്തിൽ ഒരു വർഗീയ കലാപം അഴിച്ചുവിടുക എന്നുള്ളതായിരുന്നു സംഘപരിവാർ സംഘടനകളുടെയും അതോടൊപ്പം BJPയുടെയും ലക്ഷ്യം എന്ന് തെളിയിക്കുന്നതാണ് സംഘപരിവാർ പ്രവർത്തകരുടെ ഈ കൊലവിളികൾ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ യുവതി പ്രവേശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ശബരിമലയിലടക്കം സമരം നടത്തിയത്. ആ സമരം പിന്നീട് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ
കേരളത്തിലെമ്പാടും വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു വൻ സംഭവമാക്കി മാറ്റാനും അതല്ലെങ്കിൽ ഹിന്ദുക്കളെ ഒട്ടാകെ സർക്കാരിനെതിരെ തിരിക്കാനും കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുമുള്ള ശ്രമം ആയിരുന്നു നടത്തിയിരുന്നത് എന്നുള്ളത് പിന്നീട് ഇത് നമുക്ക് കിട്ടിയ സുവർണാവസരമാണ് എന്നുള്ള അത് കേരളത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ്. എന്നാൽ പിന്നീട് കൃത്യമായും 2 യുവതികൾ പ്രവേശിച്ചതോടുകൂടി അങ്ങനെയാണെങ്കിൽ രണ്ട് യുവതികൾ ഈ ശബരിമലയിലേക്ക് പ്രവേശിച്ചതോടുകൂടി അവരുടെ സമരമാർഗം മാറേണ്ടതായിരുന്നു. അവർ ശബരിമല സമരം അവസാനിപ്പിക്കേണ്ടതായിരുന്നു. അതല്ല ചെയ്തത്. ഹർത്താൽ നടത്തുകയും പിന്നീട് ഈ ഹർത്താലിന്റെ മറവിൽ കേരളത്തിൽ ആകെ ആക്രമണങ്ങൾ നടത്തുകയുമാണ് ചെയ്തത്. ഈ ആക്രമണങ്ങൾ കൃത്യമായും നടത്തണം എന്നുള്ളത് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത മട്ടിലാണ് പ്രവർത്തകർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒറ്റ ദൃശ്യങ്ങൾ പോലും നിങ്ങളെ കൊണ്ട് എടുപ്പിക്കില്ല എന്ന് മാധ്യമ പ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഒറ്റ വിഷ്വൽ പോലും ഒരു മൊബൈൽ ക്യാമറയിലും പകർത്താൻ അനുവദിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് യുവാക്കളെ അടക്കം വഴിയരികിൽ നിന്ന യുവാക്കളെ അടക്കം മർദ്ദിച്ചുകൊണ്ടാണ് മിനിഞ്ഞാന്ന് അവർ പ്രകടനം നടത്തിയതെങ്കിൽ ഇന്നലെയും അവർ നടത്തിയത് അത് തന്നെയാണ്. ഒരു ദൃശ്യങ്ങൾ പോലും പകർത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഒട്ടാകെ ആക്രമിക്കുന്ന വിധത്തിലേക്കാണ് അവർ നീങ്ങിയത്. അതിന്റെ ഉള്ളിലും കൃത്യമായ ഒരു ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു. തങ്ങൾ എന്താണ് വിളിച്ചു പറയുന്നതെന്നും തങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്നും കേരളത്തിൽ ആകമാനം അല്ലെങ്കിൽ ഈ സംഘർഷ സമയത്ത് തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ കാണാൻ പാടില്ല എന്നുള്ള അജണ്ട അതിന്റെ പിന്നിലുണ്ടായിരുന്നു. നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരുന്നു മാധ്യമപ്രവർത്തകരെ അടക്കം ഇവർ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്താൻ പോലും മാധ്യമപ്രവർത്തകർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. കല്ലേറുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഇത് ചെയ്തത്. എങ്കിലും അവർ വിളിച്ചു പറഞ്ഞ ഈ ക്ഷേത്രത്തിലേക്ക് പോലീസ് കടക്കും എന്നായപ്പോൾ, പോലീസ് ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്ന് തങ്ങളെ പിടികൂടും എന്നായപ്പോൾ ആ കൃത്യമായ സമയത്ത് ഇവർ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരൊറ്റ പോലീസുകാരനും ഇങ്ങോട്ടേക്ക് കടന്നു പോകരുത്, ഒരൊറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ പോലും ഇങ്ങോട്ടേക്ക് കടന്നു പോകരുത്, ഇവിടെ ഒരൊറ്റ മുസ്ലിം പള്ളിയും ഞങ്ങൾ വെച്ചേക്കില്ല, അതുപോലെ തന്നെ ഇവിടെ ഒരൊറ്റ മുസ്ലിമിനെയും ജീവിക്കാൻ കേരളത്തിൽ അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവർ വിളിച്ചു പറഞ്ഞത്. അത് പോലീസിനെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ വ്യാപാരികളെ ഭയപ്പെടുത്തി അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇനി കേരളത്തിൽ തങ്ങളുടെ അജണ്ട മാത്രമേ നടപ്പിലാകൂ എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി ചെയ്തതാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ മാത്രമാണ് കൃത്യമായ അജണ്ടയുടെ ഭാഗമായിരുന്നു ഇവർ കൃത്യമായും അവിടെ വന്നിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ കടകൾ ലക്ഷ്യമിട്ട് തന്നെയാണ് അവിടെ ഒരു കലാപം ഉണ്ടാക്കുക. ഒന്നാമത് മിഠായി തെരുവ് എന്ന് പറയുന്ന സ്ഥലം, മിഠായി തെരുവിൽ എല്ലാ വ്യാപാരികളും വ്യവസായികളും ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സ്ഥലമാണ് മിഠായി തെരുവ്. ഇവിടെ വർഗീയ കലാപം സൃഷ്ടിക്കുക, വർഗീയ കലാപത്തിനുള്ള വേരുകൾ ഇവിടെ നിന്ന് തുടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ മിഠായി തെരുവിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടേക്ക് കടന്നു ചെന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇവരുടെ കൊലവിളികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ജോഷ്ല തുടരുക. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ദേവദാസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ദേവദാസ്, ഹർത്താലിന്റെ മറവിൽ വർഗീയ കലാപത്തിനും സംഘപരിവാർ ശ്രമം നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹർത്താലിൽ മിഠായി തെരുവിൽ കടകൾ അടപ്പിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ വർഗീയ കൊലവിളി നടത്തിയത്. ഒറ്റ മുസ്ലിമും പള്ളിയും ഇവിടെ ഉണ്ടാകില്ല, എല്ലാവരെയും കൊന്നുകളയും എന്ന രീതിയിലുള്ള ആക്രോശമാണ് അവർ നടത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോയിട്ട് താങ്കളിലേക്ക് എത്താം. ശ്രീ ദേവദാസ്, താങ്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ അവരുടെ ആ കൊലവിളി കേട്ട് കാണുമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ശബരിമലയുടെ പേരിൽ വലിയൊരു വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമല്ലേ ഈ സാധിക്കും? ഇത് അതിനൊരു ഇതും ഇല്ലല്ലോ. എന്താ പറയാ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് ഈ അമിത്ഷാ ഇവിടെ കണ്ണൂരിൽ വന്ന് നിങ്ങൾ ഇത് നടത്തിക്കോളൂ,
ഞങ്ങൾ ഗവൺമെന്റിനെ താഴെയിറക്കി തരാമെന്ന് പറഞ്ഞ ശേഷം ഈ ശ്രീധരപിള്ളയുടെ നേതൃത്വത്തിൽ BJPയും രാഷ്ട്രീയ സ്വയം സംഘ് എന്ന് ദേശീയ നേതൃത്വം പറയുന്നത് ഇവിടെ വെറും റൌഡി സേവന സംഘമായി മാറുന്നതും അതിന് കർമ്മസമിതി എന്ന് പറഞ്ഞിട്ട് സാധാരണ ഇവരെ ഫ്രഞ്ച് ആർമീസാ ഈ ഗോക്കളെ വധിക്കുമ്പോൾ ഗോവധത്തിന് ഫ്രഞ്ച് ആർമീസിനെ ഉപയോഗിക്കും, ഹനുമാൻ സേന ലവിന് ഹനുമാൻ സേനനെ ഉപയോഗിക്കും, ആ ഗൗരി ലങ്കേഷിനെ കൊല്ലാൻ വേറെ സനസ്ഥ ഇതിനെ ഉപയോഗിക്കും. അപ്പം അവർക്കെല്ലാം ഫ്രിഞ്ച് ആർമി പോലെ അയ്യപ്പ ധർമ്മസമിതി എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ മറവിൽ റൌഡികളും ഗുണ്ടകളും എല്ലാം കൂടിയിട്ടുള്ള നല്ല എഴുതി വെക്കും. കാവിയോ കർത്തിയോ ഉടുത്താൽ ഇവർക്ക് അതൊരു ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു ശബരിമലയിൽ. മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ കാലാകാലമായിട്ട് അവിടെ ഈ മതേതരത്തിന്റെ ഏറ്റവും വലിയൊരു തെരുവായിട്ട് ഈ കാലാകാലമായിട്ട് വളർന്ന അവിടെയും ഈ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശബരിമല ഒരു പോയിന്റ് മാത്രമേ അവിടെ കൂട്ടറും കൂടിയിട്ട് മറ്റേ ബെല്ലി ഡാൻസ് കളിച്ചതല്ലേ തില്ലങ്കേരി. പക്ഷേ അതൊന്നും ആചാര ലംഘനമല്ലാന്നു ഇപ്പൊ തന്ത്രിയും NSS കാരണം ഈ ധർമ്മസമിതി എല്ലാം കൂടി പിന്നെ കോലീബി പോലത്തെ ഒരു സഖ്യം കോൺഗ്രസ്സുകാരും അതാണ് ഇന്ന് സുധാകരൻ പറഞ്ഞത് തറവാട്ടിൽ വളർന്ന പെണ്ണുങ്ങളൊന്നും പോവില്ല ശബരിമലയിൽ. അപ്പം അതെല്ലാം ഉണ്ടാവുമ്പോൾ ഇവിടെ മൈനോറിറ്റിനെ ഗുജറാത്ത് പോലെ ആക്കാൻ തന്നെയാ ഇവരെ ഇത് പോളറൈസേഷൻ ഓഫ് മെജോറിറ്റി ഹിന്ദുസ്. അതാണ് ഇവരുടെ ലക്ഷ്യം. അതിന് ഗുജറാത്ത് UP എല്ലാം വേഗം കഴിഞ്ഞു. ഇവിടെ എന്ത് 18 പഠിച്ചിട്ടും കാലാകാലമായിട്ട് പൈസ മാറ്റാൻ വേണ്ടിയിട്ട് ജയിക്കും അല്ലാണ്ട് കേരള നേതാക്കൾ കാണുന്നില്ല. മര്യാദയ്ക്ക് എല്ലാ ജില്ലയിലും ഓഫീസും എടുത്തോട്ട് മര്യാദയ്ക്ക് പറഞ്ഞ് ഇതുപോലെ ചെയ്തോളണം. ഇപ്പൊ കൂലിക്കാരെ പോലെ ഈ കേരളത്തിലെ നേതൃത്വം ഗുജറാത്ത് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് പതിപ്പ് ഇവിടെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ എല്ലാ കർമ്മസമിതി നാമജപം ജപിച്ച ഇതുവരെ എങ്ങനെ കർമ്മസമിതി റൌഡികൾ ഈ ഇത് ജപിക്കുന്നത് കലാപമാണ്. യോഗി ആദിത്യനാഥിന്റെ തിയറിയാണിത്. രാത്രി 8 മണി വരെ അവിടെ അഗോർ ഇതില് പൂജ നടത്തുന്ന പൂജാരിയാണ് ഈ യോഗി ആദിത്യനാഥ്. രാത്രി 8 മണിക്ക് ശേഷം കൊതുവാളും എടുത്തിട്ട് ആഹ്വാനം കലാപത്തിനാണ്. അതാണ് മുസഫർപൂറിലെല്ലാം കണ്ടത് 2013 അതിൽ 74 സീറ്റ് കിട്ടിയ ബ്ലൂ പ്രിന്റ് ആണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇവിടുത്തെ 20 സീറ്റ് കണ്ട് ഏത് നെറികേടിനും ഹിന്ദു സംഘടനകളായ BJP RSS ഈ കർമ്മസമിതി ഇന്ന് പോയിട്ട് മാപ്പെല്ലാം പറയുന്നത് എല്ലാത്തിനും അറസ്റ്റ് ചെയ്യണം. കർമ്മസമിതിന്റെ അടുക്കേന്ന് നഷ്ടപരിഹാരം വേണം. കേരളത്തിൽ ഉടനെയുള്ള ഈ മിഠായി തെരുവിലെ നഷ്ടത്തിന് കർമ്മസമിതിയും BJP RSSന്റെ അടുക്ക അത് കോവിലെല്ലാം ഉള്ള സാധനങ്ങളായത്. കോവിലിൽ ആചാര ലംഘനം നടത്തി ആചാരത്തിന്റെ അപ്പോസൽമാരുടെ കോവിലാണ് വടിവാള് ബോംബ് നാടൻ ബോംബ് ഉള്ള വെട്ടുകത്തി. ഇത് റൌഡികളുടെ ഒരു സെക്റ്റാണ്. അതിനെ ഇറക്കി വിട്ടതാണ്. അതിന് പൈസ കൊടുത്തിരിക്കുന്നു. അടുത്ത ലോക്സഭ വരെ ഈ കൂലിപ്പണിക്കാർ കൂലിക്കൊലപാതകികളും കൂലി റൌഡികളും കാവി റൌഡികളും കറുത്ത റൌഡികളുമായിട്ട് വരും. അതുകൊണ്ട് യഥാർത്ഥ ഭക്തർ ഇവരെ തിരിച്ചറിയണം. അതിന് കൈക്കോടാളിയായിട്ട് സുധാകരനും ഈ ചെന്നിത്തലയും മറ്റേതെല്ലാം മാറുന്ന ദയനീയ കാഴ്ചയും കൂടി ഈ കേരളം കാണുന്നു. അടുത്ത കാലത്തൊന്നും കാണാത്ത ഇതാണ്. ഇതിലും വലുത് വരാനിരിക്കുന്നതാണ്. വളരെ പോലീസ് അലർട്ട് ആയിട്ട് നിന്നിട്ടില്ലെങ്കിൽ ഇവിടെ പലതും സാധാരണയിൽ അതാണ് ഇവിടെ ഷാജിലയെല്ലാം അല്ലെ ഷാജില ബിന്ദു കനകദുർഗയെല്ലാം ഈ ഗോൾഡൻ ലെറ്റേഴ്സിൽ പറയേണ്ടത് എന്താ പറയാ അവർ ഒരാളും മല കയറി 2 പേര് ഈ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ കൈരളി TVന്റെയും പല മാധ്യമ പ്രവർത്തനം പെൺകുട്ടികളെയാണ് ഇവർ ആക്രമിക്കുന്നത്. അത് RSSന്റെ ഒരു ലൈനാണ്. പെണ്ണുങ്ങളെ ആക്രമിച്ച് ഭയപ്പെടുത്തിയാൽ ഈ വാർ ടൈംസിൽ ബലാത്സംഗം ചെയ്യും. ഈ വാർ ടൈംസിൽ കീഴ്പ്പെടുത്തിയിട്ട് ബലാത്സംഗം ചെയ്യും ആദ്യം പെണ്ണുങ്ങളെയാണ്. എന്തിനാണെന്നറിയാം? ഫിയർ സൈക്കോളജിന്റെ ഒരു തിയറിയാണ്, വാർ തിയറിയാണ് ഈ ഹിറ്റ്ലറും മറ്റേതെല്ലാം ആക്കിയത്. അതിന്റെ മുസോളിനിമാരുടെ ലൈൻ ഓഫ് തിങ്കിങ് ഉള്ള RSSന് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പെണ്ണുങ്ങൾ. എന്നാൽ നിങ്ങൾ അത് ഇറങ്ങൂല, ഇവിടെ റിപ്പോർട്ട് ചെയ്യില്ല. റിപ്പോർട്ട് ചെയ്യാണ്ട് ഇവരുടെ മാത്രം ഇവർ പൈസ കൊടുത്ത കുറെ മാധ്യമം ഉണ്ടല്ലോ അത് മാത്രം ഇത് റിപ്പോർട്ട് ചെയ്യാണ്ട് മറച്ചു വെച്ച് നാഷണൽ TVയിൽ കാണുന്നില്ല റിപ്പബ്ലിക് ഡേ കുരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന